നമസ്കാരം. എക്സലന്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ 8ാമത്തെ റൗണ്ടിൽ ഡിങ്ങും ഗുഗേഷും ഇംഗ്ലീഷ് ഓപ്പണിങ്ങിൽ കളിച്ച ഒരു ഗെയിം നോക്കാം. ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ 7 റൗണ്ടുകൾ സമാപിക്കുമ്പോൾ 3.5 പോയിന്റ് വീതം പങ്കിട്ടുകൊണ്ട് പോയിന്റ് നിലയിൽ ഡിങ്ങും ഗുഗേഷും സമനില പാലിക്കുന്നു. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. പോൺ C4 ഇംഗ്ലീഷ് ഓപ്പണിംഗ്. പോൺ E5. ഫിഡെ വേൾഡ് കപ്പിൽ വൈറ്റ് എടുത്തു കളിക്കുന്ന സമയത്ത് ഡിങ് 4 റൗണ്ടുകളിൽ 4 വ്യത്യസ്ത ഓപ്പണിങ്ങുകൾ പരീക്ഷിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. നൈറ്റ് C3, നൈറ്റ് ഉപയോഗിച്ച് E4, D5 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുന്നു. ബിഷപ്പ് B4, ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് D5, നൈറ്റ് D5 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുകയും നൈറ്റിനെ ചെസ് ബോർഡിന്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് E7, നൈറ്റിന്റെ ആക്രമണത്തിൽ നിന്നും E7 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ സംരക്ഷിക്കുന്നു. നൈറ്റ് F3, E5-ലിരിക്കുന്ന പോണിനെ നൈറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. പോൺ D6, നൈറ്റ് C6 എന്ന നീക്കം നടത്തിക്കൊണ്ട് E5-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കാം. എന്നാൽ D6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ലേറ്റ് സ്ക്വയർ ബിഷപ്പിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാനുള്ള ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റിന്റെ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റ് ടേക്ക് C7 എന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ബ്ലാക്ക് എൻ ടേക്ക് C7 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയും കിങ് സൈഡിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കാസലിംഗ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. പോൺ G3, ബിഷപ്പ് G2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഫിയൻചെറ്റോ പൊസിഷനിൽ ബിഷപ്പിനെ എത്തിക്കുകയും ചെസ് ബോർഡിന്റെ മധ്യഭാഗത്തുള്ള ഡയഗണൽ വൈറ്റിന്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. പോൺ C6, പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് ടേക്ക് C7, നൈറ്റ് ടേക്ക് C7, ബിഷപ്പ് G2, പോൺ F6. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് കിങ് സൈഡിലേക്ക് കാസലിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ F6 എന്ന നീക്കം നടത്തുന്നത് വളരെ യാദൃശികമായിട്ടാണ്. കാരണം F6 എന്ന നീക്കത്തോടു കൂടി കിങ് സൈഡിലെ ലേറ്റ് ഡയഗണൽ ഒരു വീക്ക് ഡയഗണലായി വരുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗുഗേഷ് ഈ ഒരു നീക്കം നടത്തുന്നത്. 7 റൗണ്ടുകൾ സമാപിക്കുമ്പോൾ വളരെയധികം പരീക്ഷണങ്ങൾ നടത്തിയ ഗെയിമായിരുന്നു. അതോടൊപ്പം ഇവരുടെ മനക്കരുത്ത് എന്താണ് എന്നുള്ളത് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു ഡിങ്ങും ഗുഗേഷും നടത്തിയിട്ടുള്ളത്. കിങ് സൈഡ് കാസലിംഗ്, ബിഷപ്പ് E6, C4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും കിങ് സൈഡിലെ ലൈറ്റ് ഡയഗണൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയും D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിന്റെ മധ്യഭാഗം പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. പോൺ B3, C4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. പോൺ D5, ബിഷപ്പ് A3, E7-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുകയും വളരെ നല്ല ഒരു ഡയഗണൽ സ്വന്തമാക്കുകയും ചെയ്യുന്നു. കിങ് സൈഡ് കാസലിംഗ്, റൂക്ക് C1, പോൺ A5, വൈറ്റിന്റെ B4 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. നൈറ്റ് E1, റൂക്ക് E8, പോൺ F4. വൈറ്റും ബ്ലാക്കും 8ാമത്തെ റൗണ്ടിൽ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കിങ് കാസലിംഗ് ചെയ്തതിന് ശേഷവും കിങ് സൈഡിലെ പോണുകൾ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് ആക്രമിക്കുവാനുള്ള ഒരു പ്രവണത കാണിക്കുന്നത്. E ടേക്സ് F4, റൂക്ക് ടേക്സ് F4, റൂക്ക് ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. D ടേക്സ് C4, B ടേക്സ് C4, നൈറ്റ് G6. ഈ ഒരു പൊസിഷൻ വൈറ്റിന് വലിയ മുൻതൂക്കമുള്ള ഒരു പൊസിഷനാണ്. കാരണം D5-ലും E5-ലും ഓപ്പൺ ഫയലാവുകയും ആ ഫയലുകളിൽ ഒരു കണക്റ്റഡ് പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാനും ണെങ്കിൽ വൈറ്റിന് സാധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള പൊസിഷനുകളിൽ ചെയ്യേണ്ടത് പോണുകൾ ഉപയോഗിച്ച് നീക്കങ്ങൾ നടത്തുന്നതിന് പകരം
എല്ലാ പീസുകളെയും സമനിലയിൽ ക്യാപ്ചർ ചെയ്യുവാൻ ശ്രമിക്കുകയും അതിനുശേഷം ചെസ് ബോർഡിന്റെ മധ്യഭാഗത്തുള്ള പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്റ്റഡ് പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. റൂക്ക് E4, നൈറ്റ് A6. ബ്ലാക്കിന്റെ A8-ലിരിക്കുന്ന റൂക്കിനെ വൈറ്റിന്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുവാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂൺ സൈഡിൽ ഒരു കണക്റ്റഡ് പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സാഹചര്യത്തിൽ ബ്ലാക്കിന് സാധിക്കുന്നില്ല. നൈറ്റ് C2, ക്യൂൻ C7, നൈറ്റ് D4. നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് F7, പോൺ D3. ബ്ലാക്കിന്റെ റൂക്ക് ഉപയോഗിച്ച് E4-ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ B takes E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ലേറ്റ് സ്ക്വയർ ബിഷപ്പ് വളരെ നല്ല ഒരു പൊസിഷനിൽ എത്തുമെന്നുള്ളത് കൊണ്ട് ആ ഒരു നീക്കം നടത്തുവാൻ ഗുഗേഷ് താല്പര്യം കാണിക്കുന്നില്ല. നൈറ്റ് E5, നൈറ്റ് F3. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് D7, റൂക്ക് ടേക്സ് E8 ചെക്ക്. റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് ടേക്സ് E8, റൂക്ക് B1. B7-ലിരിക്കുന്ന പോണിന് ഒരു ആക്രമണം നൽകുന്നു. പോൺ B5, C takes B5, ക്യൂൻ B6 ചെക്ക്. കിങ് F1, C takes B5. ഈ ഒരു പൊസിഷനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വൈറ്റിന് ചെസ് ബോർഡിന്റെ മധ്യഭാഗത്ത് ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതേസമയം ബ്ലാക്കിന് ക്യൂൺ സൈഡിൽ ഒരു ഔട്ട്സൈഡ് പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ഒരു മുൻതൂക്കം നിലനിർത്തുന്നതിന് വൈറ്റിന് സാധിക്കുന്നില്ല. ബിഷപ്പ് B2, BD4 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ബിഷപ്പ് B2 എന്ന നീക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് ടേക്സ് A2, ബിഷപ്പ് ഉപയോഗിച്ച് റൂക്കിനെ ആക്രമിക്കുകയും A2-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്നു. ബിഷപ്പ് D4, ക്യൂനിന് ഒരു ആക്രമണം നൽകുന്നു. നൈറ്റ് C5, റൂക്ക് C1. റൂക്ക് ഉപയോഗിച്ച് നൈറ്റിന് ഒരു ആക്രമണം നൽകുന്നു. ബിഷപ്പ് B3, ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ E1, ബിഷപ്പ് E6. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ബിഷപ്പിനെ നീക്കം നടത്തിക്കൊണ്ട് A5-ലും B5-ലും ഇരിക്കുന്ന പോണുകളെ മുൻപിലോട്ട് നീക്കം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗുഗേഷ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യൂൻ F2, ബിഷപ്പ് ഉപയോഗിച്ച് ഒരു പിന്നിങ് നൽകിയപ്പോൾ ക്യൂനിന് വളരെ പെട്ടെന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നതിന് പകരം മറ്റു നീക്കങ്ങൾ നടത്തുവാനാണ് ഗുഗേഷ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് C5-ലിരിക്കുന്ന നൈറ്റിനെ ദിങ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. റൂക്ക് C8, ബിഷപ്പ് E3, പോൺ D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുകയും നൈറ്റ് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുമ്പോൾ D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുന്നതോടൊപ്പം ബിഷപ്പ് ഉപയോഗിച്ച് ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. റൂക്ക് C7, നൈറ്റ് D4, ബിഷപ്പ് F7, നൈറ്റ് C6. നൈറ്റ് C6 എന്ന നീക്കം നടത്തിക്കൊണ്ട് C5-ലിരിക്കുന്ന നൈറ്റിന്റെ റൂക്ക് ഉപയോഗിച്ചുള്ള സംരക്ഷണം നഷ്ടപ്പെടുത്തുന്നു. റൂക്ക് ടേക്സ് C6, ബിഷപ്പ് ടേക്സ് C6, ക്യൂൻ ടേക്സ് C6, ബിഷപ്പ് ടേക്സ് C5, പോൺ H6, കിങ് E1, പോൺ B4. ബ്ലാക്ക് ഈ ഒരു പൊസിഷനിൽ എക്സ്ചേഞ്ച് ഡൗണിലാണെങ്കിൽ പോലും ക്യൂൻ സൈഡിൽ കണക്റ്റഡ് പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. ക്യൂൺ D4, നൈറ്റ് E5, കിങ് D2, ക്യൂൻ G2. H2-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും നൈറ്റ് F3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുവാനും ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൻ F2, വൈറ്റ് ഒരു ക്യൂൻ എക്സ്ചേഞ്ച് ഓഫർ നൽകുകയും H2-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുകയും F3 എന്ന സ്ക്വയറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ക്യൂൺ D5, ക്യൂൺ D4,
ക്യൂൺ G2, ക്യൂൺ F2, ക്യൂൺ D5, ക്യൂൺ D4, ക്യൂൺ A2 ചെക്ക്. ബ്ലാക്കിന് ഒരു സമനില ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നുവെങ്കിൽ ക്യൂൺ G2 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് റിപ്പീറ്റേഷൻ മൂവിലൂടെ ഒരു സമനില ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് 100% വിജയ പ്രതീക്ഷയോടെയാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൂക്ക് C2, റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ക്യൂൺ E6, ക്യൂൺ D8 ചെക്ക്. ക്യൂൺ ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുമ്പോൾ ഒരു ഫോർക്കിലൂടെ A5-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് H7, ക്യൂൺ ടേക്സ് A5. A5-ലിരിക്കുന്ന പോൺ നഷ്ടപ്പെടുന്നതോടുകൂടി ഗുകേഷിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽക്കുന്നു. നിഹാൽ സറിന്റെ പല ഗെയിമുകളിലും കിങ്ങിനെ വളരെ സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റു അറ്റാക്കുകൾക്ക് മുതിരാറുള്ളത്. പോൺ B3, പോൺ മുൻപോട്ട് നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് C1, ക്യൂൺ D5, ബിഷപ്പിന് ഒരു പിന്നിങ് നൽകുന്നു. ക്യൂൺ B4, ക്യൂൺ G2, H2-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ക്യൂൺ E4 ചെക്ക്. ക്യൂൺ E4 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ ബ്ലാക്കിന്റെ കിങ്ങിന് ചെക്ക് നൽകുകയും ക്യൂനിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ ക്യൂൻ ഉപയോഗിച്ച് വൈറ്റിന്റെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യൽ നിർബന്ധമാകുന്നു. ക്യൂൺ ടേക്സ് E4, D ടേക്സ് E4. D ടേക്സ് E4 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിന്റെ കണക്റ്റഡ് പോണിനെ ഡബിൾ പോണാക്കി മാറ്റുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. B2, പോൺ ഉപയോഗിച്ച് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് B1, പോണിന്റെ മുൻപിലോട്ടുള്ള നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. ബിഷപ്പ് A2, ബിഷപ്പ് ഉപയോഗിച്ച് റൂക്കിനെ ആക്രമിക്കുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് B2-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. റൂക്ക് ടേക്സ് B2, നൈറ്റ് C4, നൈറ്റ് ഉപയോഗിച്ച് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് C3, നൈറ്റ് ടേക്സ് B2, നൈറ്റ് ടേക്സ് B2 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ഈ ഗെയിം സമനിലയിൽ സമാപിക്കുന്നു. കാരണം ഓപ്പോസിറ്റ് കളർ ബിഷപ്പ് ആയതുകൊണ്ട് ഈ ഒരു ഗെയിമിൽ ഒരു വിജയമുണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിനോ വൈറ്റിനോ സാധിക്കില്ല. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.